ഏവർക്കും മൂവാറ്റുപുഴ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാട്ടോ വരുന്നത്. ഈവനിങ് ആഫ്റ്റർ ജോബിന് ശേഷമുള്ളൊരു സെക്ഷനാട്ടോ, 5 to ജോബാണ്. അതിനുശേഷം നമ്മൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് ഓഫീസിന് ഇറങ്ങാനായിട്ട് തുടങ്ങുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് എങ്ങനെയാണ്, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഈവനിങ് ആണോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്ത് നമ്മുടെ സാധന സാമഗ്രികളെല്ലാം നമ്മുടെ നാളത്തേക്കുള്ള സാധന സാമഗ്രികൾ എടുത്തു വയ്ക്കണമല്ലോ. നമ്മുടെ ഏറ്റവും വലിയ മെയിൻ കാൽക്കുലേറ്ററും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഓഫീസിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇനി നേരെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സൂംബോയിലേക്കാണ്. സൂംബോ ഒരിക്കലും ഞാൻ മിസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഏറ്റവും നല്ല തീരുമാനമാണ്, ഒരിക്കലും മിസ് ചെയ്യാത്തൊരു തീരുമാനം കേട്ടോ. അതിനുശേഷം ഹാമ്പർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഹാമ്പർ കൊടുക്കാനുള്ളതിന് അതിനകത്ത് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റം കൊടുക്കുന്ന ആൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ ആളുടെ വീട്ടിൽ പോയി കളക്ട് ചെയ്യാൻ പോകുന്ന കാഴ്ചയായിട്ടേ കാണുന്നത്. റിട്ടേൺ ആളുടെ വീട്ടിൽ തന്നെ വീണ്ടും വന്ന് നമുക്ക് റിട്ടേൺ കൊടുക്കാനുള്ളതാണ് ഹാമ്പർ. അതിൻ്റെ ഇടയ്ക്ക് വിശക്കൂലോ, സ്വാഭാവികം. എന്തോ ഇലേറ്റിൻ്റെ ഇതിന് ബ്രൗണിക്ക് അഡിക്റ്റാണ് ഞാൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹാമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു കുഞ്ഞു മാലാഖയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർ പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തുകൊണ്ട് കിടക്കുന്ന കണ്ടാൽ അറിയാം. ബിസി ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ പാർട്ട്ണറും വർക്കിംഗ് ആണ്, ഞാനും വർക്കിംഗ് ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് ആ കുഞ്ഞു മാലാഖയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് പോകുന്ന കേട്ടോ. ഇതാണ് ആ പാവ കേട്ടോ. ഞങ്ങളിത് കളക്ട് ചെയ്യാനായിട്ട് ആദ്യം പോയത്. നമ്മളിത് കെട്ടി ശരിയാക്കി നമ്മൾ പോവുകയാണ്. അപ്പോൾ ടൈം ഏകദേശം നൈറ്റ് 7:30 ആ ടൈമായിട്ടോ. ടൈമായത് അവിടെ ഞങ്ങൾ വീട്ടിലെത്തി. സാധാരണ സർപ്രൈസ് പോലെ കൊടുക്കാനാണ് പറയാറ്. അപ്പോൾ ഇന്ന് ആ കൊടുക്കുന്ന ആൾക്ക് അവർ തന്നെ ആ കുട്ടിക്ക് സർപ്രൈസ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടീനെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് ഞങ്ങൾ ചോദിച്ചു, ഇത് മാലായിക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അതേ ഇറങ്ങി വരുന്ന തുള്ളിക്കൊണ്ട് വരുന്ന കുഞ്ഞിപ്പുഴു കേട്ടോ. കൃത്യം അത് വന്ന് തുള്ളലും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാണുന്ന ടൈമിൽ എൻ്റെ സ്റ്റോറേജ് മൊത്തമേ പോച്ച്. അപ്പോൾ അതിൻ്റെ തുള്ളലും കാണാമായിരുന്നു കേട്ടോ. ആ വരവിൽ നല്ല തുള്ളലുമായിട്ട് വന്നതായിരുന്നു ആൾ. പക്ഷേ അത് മിസ്സായി എന്തായാലും. ഇനി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇനി വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.